മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധി. യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവൻ ദൗത്യം നിർവഹിച്ചത് ഏത് മാർഗത്തിലാണ്? തുളയ്ക്കപ്പെട്ട കൈകളിലൂടെയും തുറക്കപ്പെട്ട വിലാവിലൂടെയും തകർക്കപ്പെട്ട ശരീരത്തോടെയും കൂടെയാണ്. ക്രൂശിന്റെ മാർഗത്തിലൂടെയാണ് യേശു കർത്താവ്, ദൈവം അവനെ ഭരമേൽപ്പിച്ച ദൗത്യം നിർവഹിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവം യേശു പറഞ്ഞു വിടുന്ന നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ടതായ മാർഗം, ലക്ഷ്യം മാത്രം നോക്കിയാൽ പോരാ. എന്താണ് മാർഗം? നോക്കണം. ഏത് രീതിയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്? ക്രൂശിന്റെ രീതിയിലേ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. ക്രൂശിന്റെ രീതിയിൽ മാത്രമേ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. കയ്യും വിലാപ്പുറവും കാണിച്ചു ക്രൂശിന്റെ പാതയിൽ പോകാനായിട്ട് ദൈവം നമ്മളെ അയച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കേണ്ടതിന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് അവൻ്റെ ആറ്റിറ്റ്യൂഡാണ്, അവൻ്റെ മനോഭാവം. യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, യേശുവിൻ്റെ ഓരോ കാര്യത്തോടും ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പീപ്പിൾ? ജനങ്ങളോടുള്ള അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? നമ്മൾ വായിച്ചല്ലോ, നേരത്തെ വായിച്ചല്ലോ, when he saw the multitude he moved with compassion. അവൻ പുരുഷാരത്തെ കണ്ടാറേ മനസ്സലിഞ്ഞു. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ശുശ്രൂഷയുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മനസ്സലിവാണ്. അവൻ ആരെയും വരുത്താൻ വേണ്ടി ഒരു അത്ഭുതവും ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. അവൻ്റെ അത്ഭുതങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലായിടത്തും അതിൻ്റെ മനസ്സലിവാണ് കാണുന്നത്. മനസ്സലിവ്. നയീനിലെ വിധവയുടെ മകൻ മരിച്ചു കിടക്കുന്ന ആ മകനെ കർത്താവ് ഉയർപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ ബേസിക് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വിധവയുടെ മുഖം കണ്ടപ്പോൾ അവന് മനസ്സലിഞ്ഞു. ലാസറിനെ ഉയർപ്പിച്ചത് അത് തന്നെ, പത്രോസിന് മീൻ കൊടുക്കുന്നതും അത് തന്നെ. ഈച്ച് ആൻഡ് എവ്രിതിങ് ദാറ്റ് ജീസസ് ഡിഡ്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു. എല്ലാത്തിൻ്റെയും പിന്നിൽ യേശുവിൻ്റെ പ്രവൃത്തി, അതിൻ്റെ മോട്ടിവേഷൻ, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നു. അവൻ ആളാകാനായിട്ടൊന്നും ചെയ്തില്ല, മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു കാര്യവും ചെയ്തില്ല. ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളുടെ ഓരോ ശുശ്രൂഷയും നമ്മളുടെ പേരിനും പെരുമയ്ക്കും മറ്റുള്ള കാര്യത്തിനും വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. പല സമയത്തും മനസ്സലിവിൻ്റെ പ്രതിഫലനമായിട്ടല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. അതാണ് പ്രശ്നം. യേശുവിൻ്റെ ശുശ്രൂഷ, അവൻ്റെ പ്രസംഗം മനസ്സലിവിൻ്റെ പ്രതിഫലനമാണ്. അവൻ പുരുഷാരത്തെ കണ്ടാറെ മനസ്സലിഞ്ഞു. അവരെ ചിഹ്നിയവരും ചിതറിയവരുമായി കണ്ടു, അവരെ ഉപദേശിച്ചു. അവർക്ക് എന്താണ് ലാക്ക് ചെയ്തത് എന്നവൻ നോക്കി, അവനത് അവർക്ക് ചെയ്തു കൊടുത്തു. നമുക്കും പുരുഷാരത്തോടുള്ള മനസ്സലിവ് അത്യാവശ്യമാണ്. ബിക്കോസ് അവർക്ക് വേറെ മാർഗമില്ല. വാട്ട് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പീപ്പിൾ ആൻഡ് വാട്ട് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ്, ജനങ്ങളെ കുറിച്ച് പറയുമ്പോഴും വാട്ട് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിന്നേഴ്സ്, പാപികളായ മനുഷ്യരോടുണ്ടായിരുന്ന അവൻ്റെ മനോഭാവം എന്താണ്? കർത്താവായ യേശുവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഒരു കള്ളനെയും യേശു കള്ളൻ എന്ന് വിളിച്ചിട്ടില്ല. കപടഭക്തിക്കാരെ മാത്രമേ അവൻ കപടഭക്തിക്കാരായ നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ദേവാലയം പൊൻവാണിഭക്കാരുടെ കയ്യിലായപ്പോൾ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു പറഞ്ഞു. എന്നാൽ റിയലായിട്ട് കള്ളന്മാരായിരുന്ന ആളുകളെ യേശു എന്ത് ചെയ്തിട്ടില്ല? കള്ള എന്ന് വിളിച്ചില്ല. വൈ? ഹി വാണ്ടഡ് ടു വിൻ ദം. അവരെ നശിപ്പിക്കുവാനോ അവരെ താറടിക്കുവാനോ അല്ല, മുകളിൽ നിന്ന് താഴേക്ക് നോക്കി അവരെ എംബരാസ് ചെയ്യാനോ ഒന്നുമല്ല കർത്താവ് ആഗ്രഹിച്ചത്. ഹി വാസ് കമ്പാഷനറ്റ് ടുവേർഡ്സ് സിന്നേഴ്സ്. അവൻ പാപികളെ സ്നേഹിച്ചു. അവൻ പാപികൾക്ക് വേണ്ടി അവൻ്റെ ജീവൻ അവൻ പറയുന്നതാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ തേടി വന്നത്. നമ്മളെ കർത്താവ് ഭൂമിയിൽ അയക്കുമ്പോഴും പാപികളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? നമ്മൾ അവരോട് എന്താ പറയുന്നത്? പല സമയത്ത് നമ്മൾ പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ നിന്നങ്ങാണ്ട് നേരെ താഴോട്ട് പൊട്ടി വീണതാണ്, ബാക്കിയുള്ളവരെല്ലാം പാപികൾ. നമ്മൾ മറന്നു പോകുന്നു നമ്മളും ഇവരിൽ ഒരാളെ പോലെ ആയിരുന്നു എന്നുള്ളത്. വി വർ ലൈക്ക് ദം. നമ്മൾ 2 Corinthians chapter 6 പൗൽ പറയുന്നതാണ്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലയോ എന്ന് ചോദിച്ചിട്ട് പറയാണ്, നിങ്ങളിൽ ചിലരും ഈ വകക്കാർ ആയിരുന്നു. പക്ഷെ ദൈവം നമ്മളെ കഴുകി.
അത്രേ ഉള്ളൂ. ലോകത്തിൽ 2 തരത്തിലുള്ള പാപികളേ ഉള്ളൂ. കഴുകൽ പ്രാപിക്കാത്ത പാപികളും കഴുകൽ പ്രാപിച്ച പാപികളും. അത്രേ ഉള്ളൂ. വി വർ ദ സെയിം. നമ്മൾ ഇവരിൽ നിന്നൊന്നും അത്ര ഉയർന്ന ആളുകളൊന്നും അല്ലായിരുന്നു. ഉയർന്ന ആളായിരുന്നിട്ട് യേശു അവരോട് ഇടപെട്ടത് എങ്ങനെയാണ്? കമ്പാഷനേറ്റ് ആയിട്ടാണ്. യേശു കർത്താവിന്റെ അരികിൽ പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതിന് വേണ്ടി കൊണ്ടുവന്നു. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ്. ആ കർമ്മത്തിൽ പിടിച്ചെന്ന് പറഞ്ഞു. ആരാ ഇവന്മാരോട് ഈ സമയത്ത് അവിടെ വീട്ടിൽ പോകാൻ പറഞ്ഞത് എന്റെ ചോദ്യം, ഇത് പിടിക്കാനായിട്ട്? അതിൻ്റെ അർത്ഥം പ്ലാൻഡ് ആണെന്ന്, അല്ലാതെ വേറെ ഒന്നും അല്ല. ഇല്ലേ? വീട്ടിൽ കിടന്ന് നടക്കുന്ന സമയത്ത് പോയിരിക്കുകയാണ് അവളുടെ വീട്ടിൽ. വ്യഭിചാര കർമ്മത്തിനുള്ള പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. വ്യഭിചാരം ചെയ്ത പുരുഷനെ വിട്ടുകളയുകയും ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നീ എന്താ പറയുന്നത്? മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. കർത്താവ് എന്ന് പറഞ്ഞു, ശരി, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ നിങ്ങളിൽ ഈ പാപം ചെയ്തിട്ടില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ. ഓരോരുത്തരുടെ കല്ല് കയ്യിൽ നിന്ന് താഴെ വീണു. എല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് തല ഉയർത്തി നോക്കി. ഹി വാസ് റൈറ്റിംഗ് ഓൺ ദ സാൻഡ്. തല ഉയർത്തി നോക്കിയിട്ട് അവളോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, സ്ത്രീയെ, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. എന്നിട്ട് കർത്താവ് പറയുന്ന വാക്കുണ്ട്, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്നെ ശിക്ഷ വിധിക്കുവാൻ അവകാശമുള്ള ഒരേ ഒരാൾ ഞാനാണ്. പക്ഷെ ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് പോലും നിന്നെ ശിക്ഷ വിധിക്കാൻ അവകാശമുള്ള ആള് അല്ല. പക്ഷെ നിന്നെ ശിക്ഷ വിധിക്കുവാൻ അവകാശമുള്ളവൻ ഞാനാണ്. പക്ഷെ ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. നീ ഇനി പാപം ചെയ്യരുത്. അതാണ് കർത്താവിന്റെ സിന്നേഴ്സിനോടുള്ള, പാപികളോടുള്ള മനോഭാവം. നമുക്ക് ശിക്ഷ വിധിക്കാൻ അവകാശമില്ലാഞ്ഞിട്ടും, ന്യായം വിധിക്കാൻ അവകാശമില്ലാഞ്ഞിട്ടും നമ്മൾ ന്യായം വിധിക്കുകയാണ്. പക്ഷെ ന്യായം വിധിക്കാൻ അവകാശമുള്ള യേശു പാപികളെ എങ്ങനെ കണ്ടു എന്ന് നമ്മൾ നോക്കണം. You understand what I say? What was his attitude towards sinners? And what was his attitude towards sin? പാപികളോട് മാത്രമല്ല, പാപത്തോട്. He loved the sinners, but he did hate the sin. അവൻ പാപികളെ സ്നേഹിച്ചു, പക്ഷെ അവൻ എന്ത് ചെയ്തു? പാപത്തെ അവൻ വെറുത്തു. He never committed sin. ജനങ്ങളുടെ മധ്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച് അവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? അവനെ കുറ്റം വിധിക്കാൻ നോക്കി നിന്ന ജനങ്ങളിൽ ഒരാൾ പോലും ഒരു ചെറുവിരൽ അനക്കിയില്ല, ഒരു വാക്കുരിയാടിയില്ല. കാരണം അവന്റെ ജീവിതം അത്രയ്ക്ക് നിർദോഷവും നിഷ്കളങ്കവും ബ്ലെയിംലെസ് ആയിരുന്നു. മറ്റൊരാൾക്ക് കുറ്റം പറയാൻ, ശത്രുവിന് പോലും കുറ്റം പറയുവാൻ കഴിയാത്തത്ര പവിത്രമായിരുന്നു യേശുവിന്റെ ജീവിതം. So what should be our attitude towards sin? We need to hate sin. What should be our attitude towards sinners? We need to love sinners. What should be our attitude towards the people? We need to be compassionate. അവരോട് നമ്മൾ മനസ്സലിവുള്ളവരായിരിക്കണം. And what was his attitude towards world? ലോകത്തോടുള്ള അവന്റെ മനോഭാവം എന്തായിരുന്നു? ഒത്തിരി കാര്യങ്ങൾ പറയണം, എങ്കിലും ഞാൻ പറയട്ടെ. ലോകമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ലോകം എന്നുള്ള വാക്ക് വേദോസത്തിൽ പല അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് സേസ് അബൌട്ട് ദി എർത്ത്, ഭൂമി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഭൂമി. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ എന്നുള്ള അർത്ഥത്തിലുണ്ട്, ഭൂമിയിലെ ആളുകൾ. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ദൈവം ഭൂമിയിലുള്ള എല്ലാ കല്ലും മണ്ണും എല്ലാം സ്നേഹിക്കുന്നുണ്ടെന്ന് ശരിയാണെങ്കിലും അവിടെ തൻ്റെ പുത്രനെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അവൻ തന്നിൽ വിശ്വസിക്കുന്ന, തൻ്റെ പുത്രൻ വിശ്വസിക്കുന്ന ഒരാൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അവൻ അത്രയ്ക്ക് സ്നേഹിച്ചു. ലോകത്തെ എന്നോട് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് പീപ്പിൾ. പക്ഷേ ലോകം എന്നതിന് വേദപുസ്തകത്തിന് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ദ വേൾഡ്. ഒരു ലൗകിക സിസ്റ്റം, ലോകത്തിന്റെ സിസ്റ്റം. ലോകത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? യു ഷുഡ് ഹെയ്റ്റ് ദ വേൾഡ് എന്നാണ്. നിങ്ങൾ ലോകത്തെ പകയ്ക്കണം. കാര്യം ലോകം നിങ്ങളെ പകയ്ക്കുകയാണ്. യു ഷുഡ് നോട്ട് ലവ് ദ വേൾഡ്. ലോകത്തെ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെയും ദൈവത്തിന്റെ ശത്രുവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. യേശു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ചില്ല. അവൻ ലോകത്തിന്റെ ധാടിമോടികളിൽ വിശ്വസിച്ചില്ല. അവൻ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോയില്ല. ലോകത്തിന്റെ സിസ്റ്റം അവനിലേക്ക് കടക്കാൻ അവൻ അനുവദിച്ചില്ല. പിശാച് പല പ്രാവശ്യം അവന്റെ ഉള്ളിലേക്ക് ലോകം കടത്തിവിടാൻ നോക്കി, അവനത് അനുവദിച്ചില്ല. ലോകത്തിന്റെ സിസ്റ്റത്തോട് നമ്മൾ പുലർത്തേണ്ടതായ മനോഭാവം, we need to hate the world. The world is not a misunderstood friend, it is an enemy. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തയുണ്ട്, പണ്ടത്തെ അത്രയും ലോകത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല, പണ്ടൊക്കെ ലോകം ഒത്തിരി മോശമായിരുന്നു, പക്ഷെ ഇപ്പം ലോകം നമ്മളോടൊക്കെ വളരെ സ്നേഹമായിട്ട് ഇടപെടുന്നതെന്ന്. ലോകം നമ്മളോട് സ്നേഹമായിട്ട് ഇടപെടുന്നെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. ലോകത്തിന് വ്യത്യാസം വന്നിട്ടല്ല, നമുക്ക് വ്യത്യാസം വന്നിട്ടാണ്. കാരണം ലോകം സ്നേഹിക്കുന്നത് ഒരൊറ്റ ഗ്രൂപ്പിനെ മാത്രമേ ഉള്ളൂ. ആരെയാണ്? ലോകം അതിന് സ്വന്തമായവരെ സ്നേഹിക്കും, അല്ലാതെ വേറെ ആരും സ്നേഹിക്കത്തില്ല. ലോകം നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ലോകത്തിൻ്റെ സ്വന്തമായി പോയി എന്നാണ്. പ്രിയമുള്ളവരെ, എത്ര പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഈ നാളുകളിൽ ലോകത്തെ സ്നേഹിക്കാൻ നെട്ടോട്ടമോടുന്ന വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെയും പടപ്പുറപ്പാട് കാണുമ്പോൾ ലോകത്തിനെന്തോ വ്യത്യാസം വന്നെന്ന് ചിന്തിക്കാനാ തോന്നിപ്പോകുന്നു. അല്ല, വ്യത്യാസം വന്നത് നമുക്കാണ്. നമ്മൾ ലോകത്തിന്റെ സ്നേഹിതന്മാരായി പോയിരിക്കുന്നു. പക്ഷേ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. വാട്ട് വാസ് ഗോഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി? പണത്തോടുള്ള യേശു കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഇത് ഒരു വേറൊരു ക്ലാസ് എടുക്കാൻ തന്നെയുണ്ട്. ദൈവരാജ്യത്തിന്റെ എക്കണോമിക്സ് നമ്മൾ ശരിക്കും പഠിക്കണം. ഇറ്റ് ഈസ് സംതിങ് വെരി എസെൻഷ്യൽ. അതുകൊണ്ട് ഇത് ഞാൻ തൊട്ടു തുടിച്ചു പോലും പോകാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഐ സേ, യു നോ വാട്ട് ഗാഡ് കാൾഡ്, ജീസസ് കാൾഡ് the money, he called it unrighteous mammon. അനീതിയുള്ള മാമോൻ. അനീതിയായി സമ്പാദിക്കുന്ന പണം അനീതിയുള്ള മാമോനെന്ന് എന്നല്ല കർത്താവ് പറയുന്നത്. കോമൺ ആയിട്ട് തന്നെ കർത്താവ് വിളിക്കുന്നതിന് എന്താണ്? അനീതിയുള്ള മാമോൻ. അല്ലാതെ ഞാനിപ്പോൾ നീതിയായിട്ട് പണം സമ്പാദിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് എന്താ തെറ്റാന്നൊക്കെ ചോദിച്ചേക്കാം. തെറ്റും ശരിയുമല്ല. കർത്താവ് പറയുകയാണ്, ഇറ്റ് ഈസ് അൺറൈച്ചസ് മാമോൻ. നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരിക്കലും ഒന്നിച്ച് സേവിക്കാൻ കഴിയുകയില്ല. ഒരു പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കഴിയത്തില്ല. എന്താ സംഭവിക്കാൻ പോകുന്നത്? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരാളെ സ്നേഹിച്ച് മറ്റവനെ പകയ്ക്കും. ഇതൊരു കോമൺ ഫാക്ടറാണ്. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. ലൂക്കോസിന് ശേഷം 12-ാം അധ്യായത്തിന് പണത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ കർത്താവ് സംസാരിക്കുന്നതായ പല ഭാഗങ്ങളുണ്ട്. ലൂക്ക് ചാപ്റ്റർ 12, അവിടെ മുഴുവൻ പറയാൻ കഴിയത്തില്ല, എങ്കിലും 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ അടുത്ത് സഹോദരനുമായി സ്വത്ത് പങ്കുവെച്ച് തരാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി വരുന്നത് കാണുന്നത്. അവൻ വന്നിട്ട് പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്നവൻ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. പക്ഷെ ഇന്ന് വിശ്വാസികളുടെ ഭവനത്തിൽ തന്നെ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള വാക്കാണ്, നമ്മുടെ വല്ലതും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പക്ഷെ കർത്താവ് ഇവിടെ എന്താ പറയുന്നത്? അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരം. അവന്റെ ബേസിസ് എന്ന് പറയുന്നത് മണിയല്ല. അങ്ങനെ ആകാൻ പാടില്ല. പണം നമ്മുടെ വീട്ടിലെ ഒരു സംഭാഷണ വിഷയമാകാനേ പാടില്ല. പണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാണ്? ഐ സംടൈംസ് ടെൽ പീപ്പിൾ, ലിവ് വിത്ത് മണി, നോട്ട് ഫോർ മണി. പണം കൊണ്ട് ജീവിക്കുക. യു അണ്ടർസ്റ്റാൻഡ്? പണം കൊണ്ട് ജീവിക്കുക, പക്ഷെ പണത്തിന് വേണ്ടി ജീവിക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് ആളുകൾ പണത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ ദ്രവ്യാഗ്രഹം. അവൻ പറയാണ്, എൻ്റെ സഹോദരനോട് നീ ഒന്ന് പറ, എന്തുവാ, എൻ്റെ വസ്തു ഒന്ന് പകുതി ചെയ്ത് തരുവാനായിട്ട് പറയുക എന്ന് പറയുകയാണ്. എന്നിട്ട് യേശു കർത്താവ് ഒരു ഉപമ പറയുന്നു. ധനവാനായ മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്യേണ്ടു? ഞാൻ വിളവ് കൂട്ടി വെപ്പാൻ സ്ഥലം പോരാ, ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് അവന്റെ കളപ്പുരകളെ പൊളിച്ചു പണിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ് 20-ാം വാക്യത്തിൽ, മൂടാ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു.
ദൈവ വിഷയമായി സമ്പന്നനാകാതെ. God wants us to be rich in spiritual matters, in godly matters. നമ്മളുടെ ഭവനത്തിൽ പണം എന്ന് പറയുന്നത് ഒരു സമ്പത്തായിട്ടോ ഒരു ട്രഷറായിട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നെങ്കിൽ യു ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക്. ദൈവ വിഷയമായി നമ്മുടെ കുഞ്ഞുങ്ങൾ സമ്പന്നമാകുന്നതിനെ കുറിച്ച് വേറെ ഒന്നും നമ്മുടെ വീട്ടിൽ സംസാരിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇതൊരു ഇഷ്യൂ അല്ല. പണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. പണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, പണമില്ലാതെ ജീവിക്കാം. പണമില്ലെങ്കിൽ ഒന്നും അത്ര വലിയ കാര്യമാണ് സംഭവിക്കാനൊന്നുമില്ല. കാശില്ലാതെ ജീവിക്കുന്ന അത്ര വലിയ പ്രയാസമൊന്നും അല്ലെന്ന് എൻ്റെ ചിന്ത. ഇതുപോലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കും, പക്ഷെ ജീവിക്കും നമ്മൾ. പിശാച് നമ്മളോട് വന്ന് പറയുന്നൊരു വലിയ കള്ളത്തരമുണ്ട്, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളെന്ന്. പക്ഷെ സത്യം, ഇപ്പം നിങ്ങൾക്കുള്ള വരുമാനത്തിന് നേർ പകുതി ഉള്ളെങ്കിൽ നിങ്ങൾ ചത്തുപോകത്തൊന്നുമില്ലെന്നുള്ളതാണ്. ആരും ആലോചിച്ചോ? കൂടിയ വരുമാനം ഉള്ളവനും കുറഞ്ഞ വരുമാനം ഉള്ളവനും എല്ലാവരും ആലോചിച്ചു. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് നേർ പകുതിയുള്ള നിങ്ങൾ ചത്തുപോകുമോ? ഇവിടെ ഇരിക്കുന്ന ആരും ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ ഇരിക്കുന്ന വരുമാനത്തിന് നേർ പകുതി ആയതുകൊണ്ട് ചത്തുപോകത്തൊന്നുമില്ല എന്ന ചിന്ത. നിങ്ങൾ ഉപയോഗിച്ച പണം, പക്ഷേ ഇതാണ് ജീവന്റെ ആധാരമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് റോങ്. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. എന്നുവരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാത്മം പകരുവോളം. എന്നുവരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാത്മം പകരുവോളം. അന്നു വനാന്തരമുദ്യാനമായി മാറും, ഉദ്യാനം വനമായി. അന്നു വനാന്തരമുദ്യാനമായി മാറും, ഉദ്യാനം വനമായിടും. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. എത്ര നാളായി ഞങ്ങളാർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നങ്ങു കാത്തിരിപ്പൂ. എത്ര നാളായി ഞങ്ങളാർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നങ്ങു കാത്തിരിപ്പൂ. ഇത്ര നാളായും ഈ ലോകം കാണാത്ത ആത്മശക്തിയയക്കേണമേ. ഇത്ര നാളായും ഈ ലോകം കാണാത്ത ആത്മശക്തിയയക്കേണമേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. അന്ധകാരം ഭൂമിയെ മൂടുന്നു, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ. അന്ധകാരം ഭൂമിയെ മൂടുന്നു, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ. എന്തിനീ ആലസ്യം നാം അങ്ങൊരുങ്ങുക കാന്തനെ കാൺമതിനായി. എന്തിനീ ആലസ്യം നാം അങ്ങൊരുങ്ങുക കാന്തനെ കാൺമതിനായി.
മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ